വഴിയെ ആ ഭാഷ പറയുന്നത് തെറ്റാ, പിന്നെ അത് മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ പറഞ്ഞു നോക്കുള്ളൂ. ഒരു തലയ്ക്ക് അല്പം ബുദ്ധിമുട്ടുള്ളൊരു നാടൻ ഭാഷ പറയുന്നത് മോശമാണെങ്കിലും അങ്ങ് ഓപ്പണായിട്ട് പറയും. ഒരു വട്ടമുള്ള ആള് വഴിയെ കൂടെ പോയി. അപ്പോൾ ഈ ബഹളവും ഒച്ചപ്പാടും കിട്ടിയത് എന്നാണെന്നറിയാം, പുള്ളി കയറി ആ സഭാകോണിൻ്റെ പുറകിലിരുന്നു. അപ്പോൾ നമ്മുടെ പാട്ട് പാടി അതിൽ മൂപ്പിലെത്തിയപ്പോൾ ഉപദേശി കയറി പറഞ്ഞു, നമുക്ക് ഒരു വാക്യം വായിക്കാം. 152 സങ്കീർത്തനം 3 വാക്യം. പുള്ളിക്ക് തെറ്റിയതാ. ഉടനെ ഈ വട്ടൻ എഴുന്നേറ്റ് ഉറക്കെ പറഞ്ഞു, പക്ഷേ 150 സങ്കീർത്തനമല്ലേ ഉള്ളെന്ന്. അപ്പം വട്ടന് വരെ അറിയാം എത്ര സങ്കീർത്തനമുണ്ട്. അവൻ ആദാമിന് പിടികിട്ടിയില്ല. അതാ. അപ്പോൾ സങ്കീർത്തനം 150 ഇത് 5 പുസ്തകങ്ങളായിട്ട് തരംതിരിച്ച് പഠിക്കുക. ഇപ്പോൾ പുതിയ ഉപദേശക്കാരെഴുന്നേറ്റിട്ടുണ്ട്, മോഡേണിസം. അവർ പറയുന്ന സങ്കീർത്തനം ഒന്നും വായിക്കരുതെന്നാ. ഇവനെല്ലാം മട്ട വഴിയെ പോയ കക്ഷി. സങ്കീർത്തനം വായിക്കരുത്, പണിനിയമത്തിലെ വാക്യങ്ങൾ എടുക്കരുത്, ഉച്ചരിക്കരുത്, അത് പറയരുത്. ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം. എന്ത് ഒരു കാര്യം ഇത് പഠിപ്പിക്കേണ്ട അറിയാം. ആമേൻ. വേദപുസ്തകത്തിലെ ഏത് ഭാഗത്തു നിന്നും പ്രസംഗിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വെളിപ്പാട് പുസ്തകം 22-ന്റെ ഒടുവിലത്തെ വാക്യം വരെ പറയാം, പ്രസംഗിക്കാം, ആമേൻ, സംസാരിക്കാം, പഠിക്കാം, പഠിപ്പിക്കാം. കാരണം എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രമാണ്. അതുകൊണ്ട് പഴയ നിയമം പ്രസംഗിക്കരുത്, സങ്കീർത്തനം പറയരുത്. പഴയ നിയമം വേണ്ടെന്ന് പറയുന്നവന്മാർ ദുരുപദേശക്കാരാ. അവരെ സഭയെ കയറ്റരുത്, അവസരം കൊടുക്കരുത്. അവരതിന് ക്രമീകരണം വരുത്തി വെച്ച അവസരം കൊടുക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വേദപുസ്തകത്തിന്റെ ഏത് ഭാഗവും പ്രസംഗിക്കുക. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസികമാണ്. വചനം ഇത് അണ്ണാക്കിന് മധുരമാ. ദൈവത്തിന്റെ വചനം ഇത് അതിവേഗത്തിൽ ഓടുന്ന വചനമാ. ഇത് സൗഖ്യമാക്കുന്ന വചനമാ. ഇത് നിന്നെ ശുദ്ധീകരിക്കുന്ന വചനമാ. യഹോവയുടെ വചനം തീ പോലെ പാറയെ തകർക്കുന്ന ചുറ്റികയാ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. യെശയ്യാവ് പറയുക, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം വെറുതെ എന്റെ അടുക്ക വരത്തില്ല, അയച്ച കാര്യം സാധിപ്പിക്കും. ഇന്ന് രാത്രി സൗഖ്യത്തിന്റെ വചനം വന്ന് രോഗം മൂർച്ഛിപ്പിക്കല്ല, സൗഖ്യമാക്കി തിരിച്ചു വരും. മനോവേദനയോടെ മനോഭാരത്തോടെ വന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ നിന്റെ രട്ടടിച്ച് സന്തോഷത്തെ ഉടിപ്പിക്കും. ഇന്ന് രാത്രി നിന്റെ വിലാപത്തെ നൃത്തമാക്കും. അവൻ 107-ാം സങ്കീർത്തനം 20 നമുക്കറിയാം. അവന്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കി. അടുത്ത വാക്യമുണ്ട്, കുഴിന്ന് കയറ്റിയെന്ന്. നീ എന്നും കുഴി കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. വചനത്തിന്റെ ശക്തിയാ നിന്നെ കുഴിന്ന് കയറ്റും. ഇന്ന് രാത്രി ആ വചനശക്തി ഇവിടെ വ്യാപരിക്കണം. അതിവേഗത്തിൽ ഓടുന്ന വചനമാണ്. അത് ഞാൻ അധികം ആ ഭാഗമൊന്നും പറയുന്നില്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. വേർപെട്ട സഭകളുടെ ഒട്ടുമിക്ക കൂട്ടായ്മ യോഗങ്ങളിലും ശുശ്രൂഷ രംഗങ്ങളിലും സങ്കീർത്തന പാരായണത്തിനാണല്ലോ പ്രാധാന്യം. വിവാഹ ശുശ്രൂഷ നടത്തുമ്പോൾ ഇവരൊക്കെ ചെയ്യുന്നവരും നടത്തുന്നവരുമാ 45-ാം സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുന്നത് ശുശ്രൂഷയ്ക്കൊരു ഭൂഷണമാണ്. അതിന് പകരം വേറെ സങ്കീർത്തനം വായിക്കാനാ? അതിനതേ ഒക്കുള്ളൂ. വിവാഹം കഴിച്ചവർക്കും കഴിക്കുന്നവർക്കും കഴിക്കാൻ പോകുന്നവർക്കൊക്കെ അതിലെ വാക്യങ്ങൾ വളരെ പ്രയോജനമാണ്. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക. സ്വജനത്തെയും പിതൃഭവനത്തെയും പിന്നെ ഏരിയയിലും കല്യാണം നടക്കുകയല്ലേ. പ്രാർത്ഥിക്കുന്നത് വിവാഹ ശുശ്രൂഷയ്ക്ക് ഭൂഷണമാണ്. വേർപാടിന്റെ വേദന അനുഭവിക്കുന്ന ദുഃഖഭവനങ്ങളിൽ ചെല്ലുമ്പോൾ സാധാരണ ദൈവദാസന്മാർ വായിക്കുന്ന സങ്കീർത്തനമാണ് 90. അതിന് പകരം ഏത് വായിക്കാന്? അത് തന്നെ വായിക്കാൻ പറ്റും, അതേ ഒക്കൂ. അത് ദുഃഖത്തിലിരിക്കുന്നവരൊക്കെ അതിലെ വാക്യങ്ങൾ പ്രത്യാശ വർദ്ധിക്കുകയും ആശ്വാസം കൈക്കൊള്ളുന്ന വാക്യങ്ങളാണ്. മർത്യനെ പൊടിയിലേക്ക് ഏകവചനം, തിരിച്ചു വിളിക്കുന്നത് മനുഷ്യപുത്രന്മാരെ ബഹുവചനം. ഓരോരുത്തർ കർത്താവിൽ നിദ്ര പ്രാപിക്കുമ്പോൾ മണ്ണിന് മണ്ണായിട്ട് പൂഴിക്ക് ഏൽപ്പിക്കുമെന്നാൽ കാഹളം ധ്വനിക്കുമ്പോൾ അവൻ സകല വിശുദ്ധന്മാരും കർത്താവിൽ നിദ്ര പ്രാപിച്ചവർ ഒരുമിച്ച് ഉയർത്തു വരും. അതാണ് നമ്മുടെ പ്രത്യാശ. അപ്പോൾ നമ്മുടെ ശുശ്രൂഷകൾക്കെല്ലാം സങ്കീർത്തന പാരായണത്തിന് പ്രാധാന്യമുണ്ട്. ഞാൻ അങ്ങ് പറഞ്ഞാൽ അത് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് ആ ഭാഗം അങ്ങ് അധികം പറയുന്നില്ല. ഭവന പ്രതിഷ്ഠ, കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ദീർഘദൂരം യാത്ര ചെയ്യുമ്പോൾ ഒക്കെ സന്ദർഭോചിതമായിട്ട് സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുക പതിവ്. അതൊരു അനുഗ്രഹമാണ്. അത് ഇന്ന് രാത്രി നമ്മൾ വായിച്ചത് 29-ാം സങ്കീർത്തനം 8-ാം വാക്യമാണ്. നമുക്കെല്ലാം വളരെ പരിചിതമായ വാക്യമാണ്. ഓർപ്പിച്ചല്ലോ, കൺവെൻഷൻ വേദികളിലൊക്കെ ദൈവദാസന്മാർക്ക് പ്രാർത്ഥനയ്ക്ക് അവസരം കൊടുക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിൻ്റെ ഒട്ടുമിക്ക വാക്യങ്ങളും ഉച്ചരിച്ച് ഉരുവിട്ട് ഉച്ചസ്ഥലം പ്രാർത്ഥിക്കാറുണ്ട്, സാധാരണ കേൾക്കാറുണ്ട്. അഭിഷിക്തന്മാർ പ്രാർത്ഥിക്കും, കർത്താവേ, ലൈറ്റ്, മൈക്ക്, സൗണ്ട് എല്ലാം നന്നായി പ്രവർത്തിക്കുന്നു, തുടർന്നും പ്രവർത്തിപ്പിക്കണമേ, നിന്റെ ദാസനെ ഉപയോഗിക്കണമേ, ദേശത്തോട് ദൈവം വ്യവഹരിക്കണമേ, വടക്കിനോട് തരികാനും തെക്കിനോട് തടുത്തുവെക്കൽ നരളി ചെയ്ത ദൈവം ഇന്ന് രാഷ്ട്രത്തിന്റെ പള്ളക്കാടുകളെ ഇളക്കി ആത്മാക്കളെ നൽകണമേ. ഇന്ന് രാത്രി അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം. മരത്തിന്റെ തോലിരിക്കുന്ന ശബ്ദം, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദം, മരുഭൂമിയെ നടുക്കിയ ശബ്ദം, കാദേശ് മരുഭൂമിയെ നടുക്കിയ ശബ്ദം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക പതിവാ. അതാ ശുശ്രൂഷയ്ക്കൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു, യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. കാദേശ് മരുഭൂമിയെ നടുക്കിയ ശബ്ദമാണ് ദൈവത്തിന്റെ ശബ്ദം. ശ്രദ്ധിക്കുക, ദൈവം ശബ്ദിക്കുന്നത്, ദൈവം സംസാരിക്കുന്നത് പല നിലകളിലാണ്.
സ്വപ്നങ്ങളിൽ കൂടി ദൈവം സംസാരിക്കും, ദർശനങ്ങളിൽ കൂടി ദൈവം ഇടപെടും, വെളിപ്പാടുകൾ തന്ന് ദൈവം സംസാരിക്കും. ദൈവദാസന്മാർ ദൈവവചനം സംസാരിക്കുമ്പോൾ നിന്നോട് സംസാരിക്കും. ചില നല്ല ആത്മീക പാട്ട്, ആ പാട്ടിനകത്തൂടെ ദൈവം നിന്നോട് ഇടപെടും. സ്തോത്രം. ചിലർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. വിവിധ നിലകളിലാണ് ദൈവം സംസാരിക്കുന്നത്. ആ സംസാരിക്കുന്നത് വളരെ ശക്തമായിട്ടും ദൈവം സംസാരിക്കും, ശാന്തമായിട്ടും ഇടപെടും. ശക്തമായിട്ടും ഇടപെടും, ശാന്തമായിട്ടും ഇടപെടും. നമ്മുടെ ആൾക്കാർക്ക് ഒരു അപാകതയല്ലൊരു പരുവക്കേടാ. ശാന്തമായിട്ട് സംസാരിച്ചാൽ ഉൾക്കൊള്ളത്തുമില്ല, അംഗീകരിക്കത്തുമില്ല. പോരാൻ നേരത്ത് പോകുമ്പം അഭിപ്രായവും പറയും. എനിക്കറിയാം ദൈവത്തിൻ്റെ ദാസന്മാർ ചിലരെ എഴുന്നേറ്റ് നിന്ന് വളരെ ശാന്തമായിട്ട് അടുക്കടുക്കടുക്കായിട്ട് ദൈവവചനം പറയും. നല്ല ക്ലാസ്സും നല്ല വചന ശുശ്രൂഷകളാണ്. വലിയ വെപ്രാളവും ബഹളവും അലറിച്ചയും കൂവിച്ചയും ഒന്നുമില്ല. വളരെ ശാന്തമാണ്, നല്ല വചനമാണ്. പക്ഷെ നമ്മുടെ പെന്തിക്കോസുകാർ ചില ആൾക്കാർക്ക് ഇത് ഇഷ്ടമല്ല. അവരെ ഉഴപ്പിയിരിക്കുകയും ചെയ്യും. പിന്നെ പോയി കഴിയുമ്പോൾ ഇവർ പറയും, ഓ കൃപയൊന്നുമുള്ള ആളല്ലെന്നാ തോന്നുന്നത്, അഭിഷേകമല്ല പോയി, അങ്ങനെയൊക്കെ അഭിപ്രായം പറയും. എന്നാൽ ചിലരെ വചനം ഒന്നും കാണുകയില്ല, ഒന്നുമില്ല, ചുമ്മാ കിടന്ന് അലറുക, യൂന്നങ്ങ് അലറുക, ഒന്നുമില്ല. കച്ചി തുറുവിന് തീ പിടിച്ച പോലെ പെട്ട് ശബ്ദം കേൾക്കാം, ഒരു ഇച്ചിരി ചാരമുള്ളൂ, ഒന്നുമില്ല. പക്ഷെ നമ്മുടെ ആൾക്കാർ എന്തോ അമ്മാമ ഓ എന്ത് വരുന്നു, വായുവിൻ്റെ അസുഖമുള്ളത് പോലെ അങ്ങനെ വെക്കുന്നതല്ലാതെ ഇതെന്നാന്ന് പോലും അറിയാൻ മേല. നമ്മൾ പറയാം ഭയങ്കര പുള്ളി താഴെ നിന്നില്ല, കാലയിലാണി കാണും. ഒരു കാര്യം നിങ്ങളോട് പറയാം, ദൈവം ശക്തമായിട്ടും ഇടപെടും, ശാന്തമായിട്ടും ഇടപെടും. നമുക്കറിയാമല്ലോ, വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ വായിക്കുന്നത് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലുള്ള ശബ്ദമെന്ന 1:14. അങ്ങനെയല്ലയോ ആ പത്മോസ് എന്ന ദ്വീപിൽ യോഹന്നാനെ നാടുകടത്തപ്പെട്ട യോഹന്നാൻ കർത്തൃദിവസത്തിന് ആത്മവിവശനായി. ആ ആത്മവിവശനായപ്പോൾ ദൈവം തന്നോട് ഇടപെടുകയാണ്. താനെ വിവശനായപ്പോൾ ഒരു ശബ്ദം നീ കാണുന്നതൊരു പുസ്തകത്തിൽ എഴുതി, എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ എന്ന 7 സഭകൾക്ക് എഴുതുക എന്ന കാഹളനാദത്തിനൊരു ശബ്ദം എൻ്റെ പിൻപിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദമെന്ന് കാണാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 13-ാം വാക്യം വായിക്കാമോ? എനിക്ക് അച്ഛനെ കൊണ്ട് വായിപ്പിക്കുന്നത് സങ്കടമുണ്ട്. എന്നേക്കാൾ സീനിയറും എന്നേക്കാൾ എല്ലാ കാര്യത്തിലും പ്രഗത്ഭനായി, എന്നാലും എനിക്കൊന്ന് സഹായിച്ചതാ. ഇന്നത്തെ അന്തരീക്ഷത്തിൽ ഇവരാരും വായിക്കുകയല്ല. അച്ഛൻ തിരിഞ്ഞപ്പോൾ 7 ഞാൻ പുറകോട്ട് തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവരെയും തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു ഇന്ന് രാത്രി ആ ക്രിസ്തു നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. നീ ഏകാന്തത അനുഭവിക്കുമ്പോൾ, ഒറ്റപ്പെടലുകൾ അനുഭവിക്കുമ്പോൾ, നിന്നെ വിടക്കണ്ണുമ്പോൾ, തള്ളിക്കളയുമ്പോൾ മേറെ നിൽക്കുന്ന കർത്താവല്ല, പ്രൈസ് ദി ലോർഡ്, നിന്റെ അടുത്ത് വന്ന് നിന്നെ ആശ്വസിപ്പിക്കുന്ന യേശു, നിന്നെ രക്ഷിക്കുന്ന യേശു, നിന്നെ വിടുവിക്കുന്ന യേശു. അപ്പോൾ ആ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ അപ്പോസ്തലൻ ദർശിക്കുന്നു. അടുത്തത് അവന്റെ തലയും തലമുടിയെല്ലാം വെളുത്ത് പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും. ഡൈ അല്ലേ യേശു? ഡൈ അടിച്ചു വന്നതല്ലേ? അല്ല. ഞാൻ വായിച്ചു. അടുത്തത് വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. അവിടുത്തെ തിരുശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. ഇന്ന് രാത്രി ശക്തമായിട്ട് ദൈവം നിന്നോട് ഇടപെടുമെന്ന്. അപ്പൊ ശ്രദ്ധിക്കുക, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലുള്ള ശബ്ദം, വളരെ ശക്തമായിട്ട് ദൈവം നിന്നോട് ഇടപെടും. അപ്പോൾ തന്നെ ശാന്തമായിട്ടും ദൈവം ഇടപെടും, ശാന്തമായിട്ടും ഇടപെടും. ദൈവദാസന്മാർക്ക് ഭാഗമൊക്കെ അറിയാം, ദൈവമക്കൾക്കും അറിയാം. ഏലിയാവ് ഗുഹയ്ക്കകത്തിരുന്നപ്പോൾ മൃദുവായൊരു ശബ്ദം, മൃദുസ്വരം, സാവധാനത്തിൽ ഒരു മൃദുസ്വരം, സാവധാനത്തിലും ദൈവം ഇടപെടും. ഇയ്യോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത്, ഞാൻ നിന്നെ പറ്റി ഒരു മന്ദസ്വരം കേട്ടെന്ന. അപ്പൊ അവിടെ മന്ദസ്വരം 26 മന്ദസ്വരം, സാവധാനത്തിനുള്ള സ്വരം, മൃദുവായ ശബ്ദം, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലുള്ള ശബ്ദം. എൻ്റെ അഭിപ്രായം, എങ്ങനെ ദൈവം സംസാരിച്ചാലും ഏറ്റെടുക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമാണ്. അത് ഭാഗവതം വിവരിക്കുന്നില്ല. 29:8 നമ്മൾ വായിച്ചത്. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു, യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. ശ്രദ്ധിക്കുക, ഈ കാദേശ് മരുഭൂമിയെ നടുക്കിയ ശബ്ദമാണ് ദൈവത്തിന്റെ ശബ്ദം. എന്താ ഇതിങ്ങനെ നടുങ്ങാൻ കാരണം? ചില കാര്യങ്ങൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുക. ഇത് നടുങ്ങാനുള്ള കാരണം എന്താ? ശ്രദ്ധിക്കുക, ഈ കാദേശ് എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഒരർത്ഥം യഹോവയ്ക്ക് വിശുദ്ധം, ദൈവം വിശുദ്ധീകരിച്ച സ്ഥലം, ദൈവം വിശുദ്ധം എന്നെണ്ണിയ സ്ഥലം, അതാണ് കാദേശ്. യഹോവയ്ക്ക് വിശുദ്ധം, ദൈവം വിശുദ്ധമെന്ന് എണ്ണിയ സ്ഥലമാണ് കാദേശ്.
ഈ കാദേശിന് പണ്ട് ഒരു പേരുണ്ടായിരുന്നു. അതിന്റെ പേര് ഏൽ മിഷ്പാത്ത് എന്ന. കാദേശിന്റെ പണ്ടത്തെ പേര് ഏൽ മിഷ്പാത്ത്. ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. കാദേശിന്റെ പണ്ടത്തെ പേര് ഉൽപ്പത്തി 14:6. തോമസ് കുട്ടിച്ചാൻ തന്നെയാ വായിക്കുന്നതോർത്ത് നിങ്ങൾ ഇരിക്കരുത്. നിങ്ങൾ എടുത്തവർക്ക് ചടികടാന്ന് വായിക്കാം. ഇത് ശുശ്രൂഷയാണ്. വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും എല്ലാം ഭാഗ്യം വരുമെന്ന പ്രമാണിക്കാന്നെ ഭാഗ്യത്തിന്റെ അയ്യര് കളിയാ. പിന്നെ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത് ഞങ്ങൾക്കുള്ള ഭാഗ്യമൊക്കെ മതി, പുതിയ ഭാഗ്യമൊന്നും. അപ്പം പിന്നെ തോമസുടിച്ചാണ്ട് തന്നെ ഭാഗ്യം വരട്ടെ. വായിച്ചു. പിന്നെ അവർ തിരിഞ്ഞ കാദേശ് എന്ന ഏൻ മിസ്പാത്തിൽ ഏമിനെയും സയീർ മലയിലെ ഹോജിരെയും മരുഭൂമിക്ക് സമീപമുള്ള ഏൽ പാരാൻ വരെ തോൽപ്പിച്ചു. പിന്നെ അവർ തിരിഞ്ഞ് കാദേശ് എന്ന ഏൽ മിഷ്പാത്ത്. അപ്പൊ കാദേശിന്റെ പണ്ടത്തെ പേരാണ് ഏൽ മിഷ്പാത്ത്. ആ വാക്കിന്റെ അർത്ഥം ന്യായവതിയുടെ സ്ഥലമെന്ന. ന്യായവതിയുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ദൈവം ന്യായം വിധിച്ച സ്ഥലമാണ്. വേദപുസ്തകം പഠിക്കുന്നവർക്ക് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം യുദ്ധങ്ങളുടെ അധ്യായമാണ്. 4 നാട്ടുരാജാക്കന്മാർ 5 നാട്ടുരാജാക്കന്മാരുമായിട്ട് യുദ്ധം ചെയ്തു. അമ്രാബേൽ, അരിയോക്ക്, കെതർലായമോർ, തീദാൽ ആദിയായ ബാബിലോണയായുള്ള 4 പേര്, ബേര, ബിർശ, ശിനാബ്, സോബർ ആദിയായ സോദോമി ചായുള്ള 5 പേരുമായിട്ട് യുദ്ധം ചെയ്തു. ഈ യുദ്ധത്തിൽ 4 പേരെ പേടിച്ച് 5 പേര് ഓടിപ്പോയ കൂട്ടത്തിൽ സോദോം രാജാവ് കുടിക്കകത്ത് പോയി പലരും ചെതറി ഓടി. ഒരുത്തൻ എതിർച്ചയാ ഓടി വന്ന എബ്രായനായ അബ്രഹാമിനോട് വന്ന് പറഞ്ഞു, അബ്രഹാമേ, സോദോമിൽ യുദ്ധം നടന്നു, എന്നിട്ടോ സോദോമിനെ കൊള്ളയിട്ടു, പിന്നെ ആ സോദോമിനെ അപഹരിച്ചു, പിന്നെ നിന്റെ സഹോദരപുത്രൻ ലോത്ത് അവന്റെ ഭാര്യ 2 പെൺകുട്ടികൾ സർവ്വസമ്മതം തട്ടിക്കൊണ്ടുപോയി. അബ്രഹാം ആത്മീയനായതുകൊണ്ട് ഉടനെ ആവശ്യമില്ലാത്ത പറഞ്ഞില്ല. അവൻ അങ്ങനെ തന്നെ വരണം, ഇവൻ ഇങ്ങനെ പോവുകയുള്ളൂ എന്ന് അബ്രഹാം പറഞ്ഞു. നമ്മളാന്ന് എന്തെല്ലാം നമ്മൾ പറയുന്ന പറയാൻ നോക്കുകയല്ല. എന്തെല്ലാം പറഞ്ഞാൽ ചിലർ ഇതിനകത്ത് വന്ന് കുത്തിയിരിക്കുന്നത്. അബ്രഹാം ആത്മീകനാ. അതുകൊണ്ട് അബ്രഹാം ഒന്നും മിണ്ടില്ല. അബ്രഹാമിന് മനോഭാരം ഉണ്ടായി. അബ്രഹാം പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അബ്രഹാം മമ്രയുടെ തോപ്പില്ല. മമ്രെ എന്നുള്ളത് ഒരു അമോര്യനാണ്. അവന് 2 സ്നേഹിതന്മാരുണ്ട്, ആനേർ, യഷ്കോലും. അങ്ങനെ മമ്രെ, ആനേർ, യഷ്കോൽ തൻ്റെ വീട്ടിൽ ജനിച്ച് വളർത്തപ്പെട്ട 318 അഭ്യാസി. ഞാനിങ്ങനെ പറഞ്ഞത് വീണ്ടും ജനിച്ച 318. സ്തോത്രം. ആ വീണ്ടും ജനിച്ചവരെയും മമ്ര എന്നുള്ളത് ബലമാണ്. സ്തോത്രം. ആ മമ്രയെയും ആനേറും യഷ്കോലും 3 318 321. അബ്രഹാമിനെ കൂടെ ചേർത്താൽ 322. വേദപുസ്തക സംഖ്യാശാസ്ത്ര പ്രകാരം നല്ല കണക്കാ എന്ന് പറഞ്ഞാൽ കണക്കൊപ്പിച്ച് അബ്രഹാം യുദ്ധത്തിനിറങ്ങി. ആ യുദ്ധത്തിൽ എബ്രായനായ അബ്രഹാമിന് ദൈവം ജയം കൊടുത്തു. എടാ, വീണ്ടും ജനിച്ചവൻ ചെന്നാൽ വിടുതലുണ്ടാകും. വീണ്ടും ജനിച്ചവൻ പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും. വീണ്ടും ജനനം പ്രാപിച്ചവൻ സ്തോത്രം ചെയ്താൽ വിടുതലുണ്ട്. വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾ അവൻ സ്തോത്രം ചെയ്താൽ അതിന് ദൈവശക്തി വ്യാപരിക്കും. ആ യുദ്ധത്തിൽ അബ്രഹാമിന് ജയമുണ്ടായി. സോദോമിനെ കൊള്ളകിട്ട 4 വമ്പൻ രാജാക്കന്മാരെ അബ്രഹാം അമ്പെ പരാജയപ്പെടുത്തി ശിഷ്ടമുള്ള ജനത്തെ നിഗ്രഹിച്ചു. അപ്പോൾ ഇവരെ നിഗ്രഹിച്ചല്ലെങ്കിൽ കൊന്നൊടുക്കിയ സ്ഥലമാണ് ഏൽ മിഷ്പാത്ത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ന്യായവതിയുടെ സ്ഥലം എന്ന അർത്ഥം വന്നത്. എന്താ ഇവിടെ ഇപ്പോൾ അത് പറയാൻ കാര്യം? നമ്മോടുള്ള ബന്ധത്തിലുള്ള പാഠം. ഒരു കാലത്ത് ഞാൻ നിങ്ങൾ വല്ല ന്യായവിധിക്ക് അർഹരായി പോയവരാ. അല്ല, പുസ്തകത്തിന്റെ പ്രമാണപ്രകാരം പറഞ്ഞാൽ ശിക്ഷാവിധിക്ക് അർഹരായി പോയവരാ. ഒരു കണ്ണിന് പോലും ദയ തോന്നാതെ എല്ലാവരാലും വെറുക്കപ്പെട്ട് തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട് പാപത്തിന്റെ പടുകുടിയിൽ, പിശാചിന്റെ പിടിയിൽ, നാശന്റെ കയ്യിൽ അവൻ ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും കരുണയില്ലാതെ അവൻ വെറുക്കപ്പെട്ട് തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട് ശിക്ഷാവിധിക്ക് അർഹരായി പോയി എന്നെയും നിങ്ങളെയും ഒരുവൻ തേടിയെത്തി സ്വർഗ മഹിമകൾ വെടിഞ്ഞ് അവൻ സ്വർഗീയ അവൻ സ്തോത്രം ശ്രേഷ്ഠത വെടിഞ്ഞ് ആ ഫിലിപ്പിയാലേഖനം പഠിപ്പിക്കുന്നത് ദൈവരൂപത്തിൽ ഇരിക്കുക, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ആ സ്വരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരുവൻ ജീവനെ തന്നു, ഒരുവൻ രക്തം ചിന്തി, ഒരുവൻ തിരുശരീരം നമുക്കായി തകർത്ത് ഏൽപ്പിച്ചു തന്നു. ആ യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്താൽ നമുക്ക് വീണ്ടെടുപ്പുണ്ടായി. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാ രക്ഷ, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുവിന്റെ നാമം. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരം കൊണ്ടോ അനുഷ്ഠാനം കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ മാമൂല് കൊണ്ടൊന്നും ഒരുത്തരും സ്വർഗത്തിൽ പോകത്തില്ല. സ്വർഗത്തിൽ പോകാൻ ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥ മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഞാൻ പകലോ മറ്റത്തെയാ, തായില്ലത്തെയാ, കാളികാവിലിയാ, ശങ്കരപുരിയിലിയാ, ശങ്കരത്തിലിയാ, നിന്റെ കുന്തം. എടാ, സ്വർഗത്തിൽ പോകണമെങ്കിൽ രക്ഷിക്കപ്പെടണം. കുരിശും തൊട്ട് ഞങ്ങളുടെ പറമ്പില്ല, ഞങ്ങളെ കുഞ്ചച്ചേടത്തെയാ, ആ നല്ല കാര്യം. പക്ഷെ സ്വർഗത്തിൽ പോകണമെങ്കിൽ കുഞ്ചച്ചേട വന്നേലും കൊള്ള, ഏത് ചേട വന്നേലും കൊള്ള, രക്ഷിക്കപ്പെടാം. അങ്ങനല്ലേ? ആ, ഞാൻ എലന്തൂരിലെ കോയിക്കലേത്തയാ, നല്ല കാര്യം. പക്ഷെ സ്വർഗത്തിൽ പോണേ കോയിക്കലത്ത് നമ്മുടെ പിന്നെ അറിവുള്ളതുകൊണ്ടാണ് നീ പറയുന്നേ. സ്തോത്രം. നീ ഏത് കൊല, ഞാൻ പാലത്തും പാട്ടയാ, സാങ്കുടിക്കാല. സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. ഞാൻ തെക്കേ തുണ്ടിയില്ല, ഏത് തുണ്ടിയാന്നേലും കൊള്ള.
സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. ഞാൻ കാവാലമാ എന്ന് പറഞ്ഞാലൊന്നും സ്വർഗത്തിൽ പോക്ക് കിടക്കില്ല. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. കുരിശു തൊട്ട് ഞങ്ങളുടെ പറമ്പിലാ ഞങ്ങൾ ആ പള്ളിക്ക് സ്ഥലം കൊടുത്തത്. എടാ, നീ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. സ്തോത്രം. ഞങ്ങളുടെ വീട്ടിൽ പാസ്റ്റർമാരുണ്ട്. ഞങ്ങളുടെ അപ്പച്ചൻ സെൻട്രൽ പാസ്റ്റർ, ഞങ്ങളുടെ വല്യപ്പച്ചനാ ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതിന് 500 മോട്ടറാണ് സ്റ്റാർട്ട് ചെയ്തെന്ന്. സ്വർഗത്തിൽ പോകണമെങ്കിൽ നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 5 പൈസ മുടക്കണ്ട. നിന്റെ അരിയും തുണിയും മണിയും കിണിയും ഒന്നും യേശുവിന് വേണ്ട. യേശുവിന് നിന്നെ മതി. കോഴിയുടെ പടലേക്ക് പിടിച്ച് യേശുവിന് കോഴിയും വേണ്ട, ധാരാവും വേണ്ട. അതിനെ പൊരുന്ന വെക്കാൻ പോവാന്നു. സ്തോത്രം. യേശുവിന് നിന്നെ മതി. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിന്റെ വാതിക്കൽ നിന്ന് യേശു മുട്ടുക. ഹൃദയവാതിൽ തുറന്നു കൊടുക്ക്. യേശുവേ, ഞാനൊരു പാപിയാ. യേശുവേ, എന്നെ രക്ഷിക്കണം. എന്റെ പാപത്തെ മോചിക്കണം. എന്റെ ഉള്ളത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണം. എന്നെ രക്ഷിക്കണമെന്ന് ആര് പ്രാർത്ഥിക്കും അവരെ യേശു രക്ഷിക്കും. യേശുക്രിസ്തു മാത്രം രക്ഷിതാവ്. അപ്പൊ ഒരു കാലത്ത് ശിക്ഷാവിധിക്ക് അർഹരായി പോയ എന്നെയും നിങ്ങളെയും യേശുക്രിസ്തുവിന്റെ കാൽവരി മരണത്താൽ നമ്മളെ വീണ്ടെടുത്തു, ദൈവമക്കളാക്കി, നമ്മളെ വിശുദ്ധരാക്കി. അതാണ് കാദേശ്. ദൈവത്തിന് സ്തോത്രം. നേരത്തെ എങ്ങനായിരുന്നു? നേരത്തെ പരിവക്കേടായിരുന്നു. നേരത്തെ പരിവക്കേടാ. മനെ ഈ ഡിലേ പാട്ട് പാടുമ്പോൾ മതി. നീ അതിനകത്തിട്ട് നീ വെക്കുന്നതാ ഇതിൻ്റെ പരിവക്കേട്. എന്നെ നോക്കിയിരിക്കണേ മോനെ. നമ്മുടെ പേരെന്തുവാ? പാട്ട് പാടുമ്പോൾ ഇടണേ. എന്നെ നോക്കിയിരിക്കണേ. എനിക്കിതൊന്നും അറിയത്തില്ല. അപ്പം അഥവാ കുഴപ്പമില്ല. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തു മാത്രമാണ് രക്ഷകൻ. നേരത്തെ നമ്മൾ എങ്ങനായിരുന്നു? നേരത്തെ യാതൊരു യോഗ്യതയില്ല, യാതൊരു ശ്രേഷ്ഠതയില്ല. എല്ലാവരും തള്ളപ്പെട്ട് കിടന്നവരാ. എല്ലാ വാക്യവും വായിക്കാൻ നേരമില്ല. സൂക്ഷിച്ച ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8 മുതൽ താഴോട്ട് വായിച്ചു. എഫേസ്യർ 2:2 വായിക്കണം, 3:18 വായിക്കണം, പത്രോസിന്റെ 1-ാം ലേഖനം 4:3 മുതൽ താഴോട്ടും ഒക്കെ വായിക്കണം, തീത്തോസ് 3:3 ഒക്കെ വായിക്കണം. നേരമില്ല. ഇപ്പൊ എല്ലാം കൂടെ കാച്ചി കുറുക്കി 4:8 വായിച്ചോ. ഗലാത്യ ലേഖനം 4:8 കണ്ണിക തുടങ്ങുന്നത്. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ, എന്നാൽ അന്ന് ഏതാ? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ, ഈ മാർഗത്ത് വരുന്നതിന് മുമ്പ്, യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കുന്നതിന് മുമ്പ്, അതാ അന്ന് എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെടുന്നതിന് മുമ്പ്, പണ്ട് കാലം. അതാ വേദപുസ്തകത്തിൽ ആ കാലത്തിന് പല പേരുകളാണ്. പണ്ടത്തെ കാലം, മുൻകാലം, പഴയ കാലം, അറിയായ്മയുടെ കാലം, സ്വത്ത് മുൻകാലം, ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ആ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. അന്ന്. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ, നമ്മുടെ കാര്യമാണ് ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങൾ അല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. അന്ന് മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ, നമ്മുടെ കാര്യമാണ്. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ, സത്യദൈവമേതാന്ന് അറിയത്തില്ല. അതല്ലേ ആ തള്ള അവരെ പിടിച്ച് കണ്ടിച്ചത്. എലന്തൂരിലെ തള്ള. അവരുടെ പേര് ഞാൻ മറന്നുപോയി. എന്തോ അവരുടെ പേര്? ലൈലാമ്മ. എന്റെ ലൈലേ, ഇനിയും നിനക്ക് ദൈവത്തെ അറിയാൻ അവസരമുണ്ട്. സത്യദൈവം യേശുക്രിസ്തു, നിത്യദൈവം യേശുക്രിസ്തു, യേശുക്രിസ്തു മാത്രം ദൈവം. ആ തള്ളയ്ക്ക് ഇത് അറിയാത്തത് കൊണ്ട് ആ മറ്റേ തള്ളയെ പിടിച്ച് അറിഞ്ഞില്ലേ ഇതൊന്നും? എന്റെ ദൈവമേ, അയ്യോ, ആൾക്കാരെല്ലാം ദൂരോട്ട് ഭയങ്കര റഷായിരുന്നു. എന്നാലും അതാ അയ്യോ, എന്തേ സൂക്ഷിച്ച് നടന്നോണം തള്ളയെങ്ങാനും. പകൽ സിംഗ് എന്നാ കുന്തമാണെങ്കിലും കൊള്ളാം. നിരപരാധിയെ പിടിച്ച് കണ്ടിച്ചേച്ചേ. ഒരു കാലത്ത് നമുക്ക് ദൈവത്തെ അറിയത്തില്ല. സത്യദൈവം, നിത്യദൈവം യേശുക്രിസ്തുവാണ്. സ്തോത്രം. അല്ല, എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുപിരിക്കും. നിങ്ങൾ ദരിദ്രവും ബലഹീനമായ ആടുപാടങ്ങളിലേക്ക് തിരിഞ്ഞ് പുതുതായിട്ട് അതിനെ അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എന്ത്? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയി പോയോന്ന് ഭയപ്പെടുന്ന. ഇവിടെ ഇത് നിന്ന് പറയേണ്ടതാ. ദിവസം, മാസം, കാലം, ആണ്ട് എന്ന് പറഞ്ഞാൽ പെന്തിക്കോസുകാർ ഇപ്പൊ തുടങ്ങി. ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, പിന്നെ സപ്തതി, ഷഷ്ടി, അമ്മച്ചിക്ക് ഷഷ്ടി, അപ്പച്ചനെ സപ്തതി. അതൊക്കെ തെറ്റാതെ പറയുകയും ചെയ്യണം. 60-70. എടാ, ഇത് ജാതികളുടെ ആചാരമാണ്. നീ പെന്തിക്കോസ് ആണെങ്കിൽ വേർപാടിന്റെ ഉപദേശത്ത് നിൽക്കണം. 60-70 നീ IPC ആണെങ്കിലും ചർച്ചക്കോടാണെങ്കിലും ഏത് കുന്തമാണെങ്കിലും വേർപാടിന്റെ ഉപദേശത്ത് നിൽക്കണം. ഇത് ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി എന്നും വ്യാഖ്യാനിക്കാൻ നേരമില്ല. ഇതൊക്കെ വേറെ ശക്തികളാ. നീ സപ്തതിയും ശക്തി ആകുമ്പോ വ്യാജം നിന്നെ ചപ്പുക. ഇനി എന്നാ ചപ്പാനാ?
പണ്ടേ കാശും പുത്തനും ഇല്ലായിരുന്നു, ഗതികേടായിരുന്നു, പരിവക്കേടാ. ഇപ്പൊ പിള്ളേർ അമേരിക്കയിലും അവിടെയൊക്കെ പോകട്ടെ, അതിന് എതിരല്ല. ഇപ്പൊ കാശ് കിട്ടിയപ്പോൾ ഇവന് ഇളക്കാൻ തോന്നി. അങ്ങനെ കാശ് വെക്കിയായി വേറെ പരിപാടിയൊന്നുമില്ല. അപ്പനെ അമ്മയും പിടിച്ച് നടുക്കിരുത്തി 2 കസാര ഇരുത്തി അവൻ പിന്നെ കേക്കും എല്ലാം മുറിച്ച് സപ്തനീ ഷട്ടി അല്ലാടെ വായിക്കാത്തൊരു കഷണം അന്താടെ വായിക്കാത്ത മേപ്പറായിൽ എന്നെ വിളിച്ചു, അറിഞ്ഞില്ല ഇതിങ്ങനത്താണ്, പ്രസംഗത്തിന് വിളിച്ചതാ. ചെന്നപ്പോൾ പരിവക്കേടാ, കേക്ക് മുറിച്ച് വെച്ച് തള്ളക്കേണ്ട ഈ വിറയലിന് അധികം ഉള്ളതാ, എടുത്ത് അങ്ങോട്ട് വെച്ച ബായുടെ മൂക്കിനകത്ത് കയറി കേക്ക്. നിങ്ങൾ ഇരിക്കാനൊന്നും പറഞ്ഞതല്ല, നീ വേറെപ്പെട്ടതയ്യോ പൈതലാ. സ്തോത്രം. സപ്തതിയും ഷഷ്ടിയൊന്നും ആചരിക്കരുതെന്ന്. ബർത്ത്ഡേ ആഘോഷിക്കണ്ട, അന്ന് ദൈവത്തെ മഹത്വപ്പെടുത്ത്. വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കണ്ട. വെഡിങ് ആനിവേഴ്സറി ഫോട്ടോയും ഒക്കെ എടുത്ത് ചുരിദാറിലെ സാരിയല്ലേ പുതിയ ഷർട്ട് പാൻറ്റിട്ട് ബുള്ളറ്റിന്റെ പുറകെ പെമ്പളയും വെച്ചോണ്ട് ഇങ്ങനെ കറങ്ങുക, ഐസ്ക്രീമൊക്കെ ഞൊണങ്ങ്. ദൈവം നിനക്ക് നന്മ തന്നത് കൂത്തിനല്ല, ദൈവം നിനക്ക് അവകാശങ്ങളും നന്മ തന്ന കൂത്തിനല്ലെന്ന്. നീ ദൈവത്തെ മഹത്വപ്പെടുത്ത്. അനേക കുടുംബങ്ങൾ ശിഥിലമായപ്പോൾ, വിധവകളായപ്പോൾ 2 പേർക്ക് ഒന്നിച്ച് ജീവിക്കുവാൻ ദൈവം തന്ന കൃപയോർത്ത് കേക്ക് തള്ളിക്കേറ്റാതെ നീ ദൈവത്തെ സ്തുതിക്കേ, ദൈവത്തെ മഹത്വപ്പെടുത്ത്, ദൈവത്തെ ആരാധിക്ക്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യ്. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ താഴ്ചകൾ നമ്മെ ഓർത്തവൻ, അവൻ നല്ലവനല്ലോ, ദയ എന്നേക്കുമുള്ളത്.